ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ ഒരു പ്രാവശ്യം ഇതെല്ലാം പറഞ്ഞ് വീഡിയോ എടുത്താണ്. അപ്പോഴാണ് മനസ്സിലായത് മൈക്ക് ഓൺ ആർന്നില്ല എന്ന്. ഓക്കെ, എനിവേ അടുത്ത ഒന്നുകൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ എൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ സ്ഥിരം പ്രേക്ഷകരുടെ അല്ലെങ്കിൽ എന്താ പറയുക പുതിയതായിട്ട് വന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് പറയണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എൻ്റെ സ്റ്റുഡൻറ്റിൽ നിന്ന് സ്റ്റാഫ് നഴ്സിലേക്കുള്ളൊരു സ്റ്റുഡൻറ്റ് നഴ്സിൽ നിന്ന് സ്റ്റാഫ് നഴ്സിലേക്കുള്ളൊരു ട്രാൻസിഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാം എന്ന് പറയുമ്പോഴത്തേനും മണിക്കൂറോളോ അല്ലെങ്കിൽ ദിവസങ്ങളോളോ ഇരുന്ന് എനിക്ക് സംസാരിക്കാനുള്ള വിഷയമാണത്. കാരണം അത്രയും ഉണ്ടായിരുന്നത്, അത്രയും കാര്യങ്ങൾ നടന്നു ആ സമയത്ത്. പക്ഷെ അതൊന്നും പറ്റുന്നില്ല. ഞാൻ 10-15 മിനിറ്റിനുള്ളിൽ ഞാനത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം എന്നുള്ള ഇതിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പൊക്കോ. വളരെ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. ഓക്കെ, എനിവേ ഇപ്പം അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുക ഗൈസ്. അത് വിട്, എൻ്റെ ദൈവമേ. ഓക്കെ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോള് വന്നു ഗൈസ്. ഓക്കെ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഞാൻ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വരണ ഓർഡറിൽ അങ്ങ് പറയാം. ഓക്കെ, സോ പറയട്ടെ. ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാകും, പക്ഷെ അങ്ങനെ ഒന്നും ഫുൾ നേരം ഇരിക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, അപ്പം കംഫർട്ടബിളായിട്ട് ഇരിക്കട്ടെ. അപ്പം നമ്മളിന്ന് പറയാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ജോലിക്ക് കയറിയത് എങ്ങനെയാണ്, ജോലി എനിക്ക് കിട്ടാൻ ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ആദ്യം പറയാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഫീസ് അടച്ചതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫീസ് അടച്ചതിൽ അവർ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 500 പൗണ്ടിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു, 50,000 നാട്ടിൽ. അത് ഫസ്റ്റ് ഇയർ അടച്ചതിൻ്റെ അതിൻ്റെ പ്രൂഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാക്കാമെന്ന് പറഞ്ഞു. ആ റെസീറ്റ് കിട്ടും, കാരണം നമ്മൾ അടച്ച പൈസയാണ്. പക്ഷേ എന്നാലും ഇത് തപ്പിപ്പോണെന്ന് വെച്ചാൽ ചടങ്ങാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒന്നാമത്തെ കാര്യം, നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അവർ മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് മെയിൽ ചെയ്യണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫൈനാൻസ് ടീം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. എൻ്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് മോസ്റ്റ് ഓഫ് ദി പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന റിവ്യൂ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് റൊഹാംപ്ടൻ്റെ ഫൈനാൻഷ്യൽ ടീം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അവർ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ട്, ഇപ്പം ഞാനൊരു കാര്യം പോയി സംസാരിച്ച് അതിൻ്റെ ഫ്യൂച്ചർ ഇതെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു മെയിൽ വിടണമല്ലോ, അത് വിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം പോയി. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഒരു ദിവസം പോയി, അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു, ഒന്നും വരാണ്ടപ്പോൾ ഞാൻ രണ്ടാമത്തെ ആഴ്ച പിന്നെയും പോയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു കേസ് ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവം എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെങ്കിലും അല്ലെങ്കിൽ എന്ത് അപ്ഡേഷൻ വന്നാലും എനിക്ക് മെയിൽ വിടണം എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. എൻ്റെ ഇമെയിൽ ID എല്ലാവരുടെയിലും ഉണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റ് നമ്പർ എല്ലാം ഞാൻ കൊടുത്തു. തിരിച്ച് വീട്ടിൽ വന്നു, എനിക്ക് വന്നില്ല. ഞാൻ ആ ആഴ്ച തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെയും പോയി കഴിഞ്ഞപ്പോഴത്തേനും അതവിടെ ഇതായിട്ട് കിടക്കുകയാണ്. അതായത് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് അതായത് ഞാൻ ഫീസ് അടച്ചതിൻ്റെ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് അതവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് മെയിൽ ഇടുന്നുണ്ട്, അത് മെയിൽ ഇട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയി സംസാരിച്ചു. ഇത് കഴിഞ്ഞ് എൻ്റെ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്താലും മാസത്തിലൊരിക്കലാണ് ഇവർ, എല്ലാ മാസത്തിൻ്റെ 2-ാം തീയതി അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്, ഒരു മാസത്തിലൊരിക്കലാണ് ഇവർ സർട്ടിഫിക്കറ്റ് അടിക്കാനുള്ള പേര് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നാലാണ് എനിക്ക് അതനുസരിച്ച് എന്താ പറയുക എൻ്റെ ജോലിയുടെ കാര്യങ്ങളും എല്ലാം എനിക്ക് നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് പിന്നെ വന്നായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്കാർ എൻ്റെ ഡിഗ്രി ഹോൾഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയൊന്നും ഫ്യൂച്ചറിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞാലാണ് എനിക്ക് PSW-നാണെങ്കിൽ എന്തിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നല്ലപോലെ ഡിലേ ആക്കിയായിരുന്നു. ഒരു നിയർലി ഒരു 3 വീക്സ്, ഒരു 1 മന്ത് അടുത്ത് ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നിരുന്നു തോന്നുന്നു. ഇത് കഴിഞ്ഞ് കാരണം എല്ലാവർക്കും വന്നു, എല്ലാവരും സർട്ടിഫിക്കറ്റ് അടിച്ച് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടും വരണില്ല. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിനെ വിളിച്ചപ്പോൾ ഫൈനാൻസ് നമ്പർ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻസ് ടീമിൻ്റെ നമ്പർ കാണും. അത് വിളിച്ചാൽ അത് ഒരിക്കലും എടുക്കില്ല ആ നമ്പർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും വിളിച്ചു, അപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി അത് നിർത്തി വെച്ചേക്കാണ് താൽക്കാലികമായിട്ട്.
അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മളിപ്പോൾ ഷിഫ്റ്റ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഷിഫ്റ്റിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെയാണ് ഏൺ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കണേ. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന്. ജോലിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്ത ട്രസ്റ്റുകാർ യൂഷ്വലി നമ്മൾ പഠിച്ചിറങ്ങുന്ന നേരം ആകുമ്പോൾ നമുക്ക് ജോലി ഓഫർ ചെയ്യും. അവർക്ക് വേക്കൻസീസ് ഉള്ള വാർഡിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ. എല്ലാ ട്രസ്റ്റില്ല, ചില ട്രസ്റ്റുകൾ മാത്രം. എല്ലാ ട്രസ്റ്റില്ല എന്ന് പറയാൻ കാരണം ഞാൻ ആ ട്രസ്റ്റിൻ്റെ പേരും പറയും, എനിക്ക് ഹാപ്പൻ ചെയ്ത ആ സ്ഥലത്തിൻ്റെ പേരും ഹോസ്പിറ്റലിൻ്റെ നെയിം എന്തായാലും ഞാൻ പറയാം. കാരണം എനിക്ക് മാത്രമല്ല, വേറെ പിള്ളേർക്കും സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ. സോ ആ സമയത്ത് ഞാനാണെങ്കിൽ ഈ ഓഫർ ചെയ്യാത്ത ഹോസ്പിറ്റലിലാണ് 3 വർഷം എൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തേക്കണേ. ഇലക്റ്റീവ് ഒഴിച്ച്. ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചൂസ് ചെയ്ത് സെക്കൻഡ് ഇയറിൽ നമുക്ക് എവിടെയെങ്കിലും, നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും പ്ലേസ്മെൻറ്റ് പോയി ചെയ്യാം. ആ ഇലക്റ്റീവ് ഒഴിച്ച്. അപ്പം അത് ഞാൻ ചൂസ് ചെയ്ത് കാരണം വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ എല്ലാ പ്ലേസ്മെൻറ്റും ചെയ്തേക്കണേ. ബാക്കിയുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലേസ്മെൻറ്റ് ചെയ്തെങ്കിലും അറ്റ്ലീസ്റ്റ് വേറെ ഏതെങ്കിലും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കച്ചിത്തുരുമ്പെന്ന് തന്നെ പറയാം. ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് അവർക്ക് ജോലിയുടെ കാര്യങ്ങൾ പോയണമെങ്കിൽ ചോദിക്കാം, ഇന്ന വാർഡിൽ ഞാൻ ചെയ്തായിരുന്നു ഈ ട്രസ്റ്റിൽ, ആ ഒരു രീതിയിൽ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്താണെങ്കിൽ അപ്പം ഇതൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്ന എൻ്റെ പ്ലേസ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു. അതെൻ്റെ തെറ്റ്. നമുക്ക് ജോലി കിട്ടും, വേക്കൻസീസ് ഉണ്ടല്ലോ, നഴ്സിംഗ് ആണല്ലോ, ബാക്കി എല്ലാ കോഴ്സ് പഠിച്ചിറങ്ങിയാലും അതിനേക്കാളൊക്കെ കുറച്ചുകൂടി സ്കോപ്പുള്ളത് ഇതാണല്ലോ. എൻ്റെ പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതാണല്ലോ എന്ന രീതിയിൽ ഞാനും ഇരുന്നു. നമുക്കറിയില്ലല്ലോ, ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാണല്ലോ നമുക്കറിയണേ. പ്രാവർത്തികമാകുമ്പോഴാണല്ലോ നമുക്കറിയണേ. അപ്പം അങ്ങനെ ഞാനും ഇരുന്നു. പഠിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി, വിസ മാറണം, ജോലി വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആയപ്പോൾ ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങി. ആ സമയത്ത് നമ്മുടെ ലണ്ടനിൽ ഒറ്റ ഹോസ്പിറ്റലും വേക്കൻസി ഇല്ല. ഉള്ളതൊക്കെ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫും അവരൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്താലും അൺസക്സസ്ഫുള്ളായിട്ട് റിജക്ഷൻ അല്ല, അൺസക്സസ്ഫുൾ ആണെന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും വന്നുകൊണ്ട് വരും. അങ്ങനെ. സോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു, ഓൾ ഓവർ UK അപ്ലൈ ചെയ്തു. അങ്ങനെ കോൺവാൾ, UK പല ഭാഗത്തുനിന്നും എനിക്ക് കോളുകൾ വന്നു. പക്ഷെ 3 വർഷം നമ്മൾ ലണ്ടനിൽ താമസിച്ചിട്ട് പെട്ടെന്നൊരു സമയത്ത് നമ്മൾക്ക് ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം വിട്ടിട്ട് നമ്മളൊരു ഭാഗത്ത് മൂലയ്ക്ക്, എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പദം ഉപയോഗിക്കുന്നതാണ് ഓണം കേറ മൂലയിൽ പോയി താമസിക്കുക, നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അത് ഇച്ചിരി ചടങ്ങാണ്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്. എനിക്കാണെങ്കിൽ ആരും വർത്താനം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണം ഇങ്ങനെ ആരെങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ ഇന്ന വഴിയിലൊന്ന് മീറ്റപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ. എനിക്ക് കോൺവാളിനൊക്കെ ഓഫർ കിട്ടിയായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതിന് കുറേ സ്പെൻഡ് ചെയ്തു. എന്താ പറയുക, നിയർലി £200. നമുക്ക് ആ സമയത്ത് ജോലിയാണല്ലോ മെയിൻ. £200 ആ സമയത്ത് പ്രിയോറിറ്റി അല്ല. അപ്പോൾ ഈ പറയുമ്പോൾ അതൊക്കെ പോയി 1 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇൻ്റർവ്യൂവിന് ഫ്രഷൊക്കെ ആയി പോയി. ഓഫറൊക്കെ കിട്ടി. പക്ഷെ 1 സൈഡ് 6 hours 5 hours എങ്ങാണ്ടാണ് ട്രെയിൻ യാത്രയൊക്കെ. അങ്ങനെ. അപ്പോൾ എനിക്കത് കിട്ടിയെങ്കിലും കിട്ടി സന്തോഷമുണ്ട്. കാരണം ഒറ്റ ജോലിയില്ലാണ്ട് പോയിട്ട് കിട്ടി. അപ്പോൾ ആ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇവിടെ ലണ്ടനിൽ ഞാൻ ജോലി ചെയ്യണ ട്രസ്റ്റിൻ്റെ താഴെയുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ 4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ 4 അറ്റൻഡ് ചെയ്തു, 3 അല്ല 4 അറ്റൻഡ് ചെയ്തു, 4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് എനിക്ക് കിട്ടാഞ്ഞത്. ഞാൻ അറ്റൻഡ് ചെയ്ത 4 ഇൻ്റർവ്യൂവിലും 3 ഇൻ്റർവ്യൂ, അതായത് ആദ്യത്തെ 3 ഇൻ്റർവ്യൂ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നേ. 4ാമത്തെ ഇൻ്റർവ്യൂ അത്ര അടിപൊളി ആയില്ല എന്ന് പറയാൻ കാരണം എനിക്കത് ജോലി കിട്ടിയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി ആ വേക്കൻസിനെയാണ്. എനിക്കൊന്ന് വയ്യാറും തൊണ്ടവേനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യം മാത്രം പറഞ്ഞു നിർത്തി. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല. കാര്യം പറഞ്ഞു. അതാണെങ്കിൽ ഞാൻ അവിടെ ഐ ഡി പ്രൂഫായിട്ട് പാസ്പോർട്ടോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ കയറി ചെന്നത്. അത്രയും വയ്യാണ്ടായിട്ട് ഞാൻ അവിടെ പോയത്. അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ പോവും എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നത്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കിട്ടി. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അവർ ഓഫർ തന്നില്ല. കാരണം എന്തോ ഒരു റീസൺ പറഞ്ഞു, മര്യാദയ്ക്ക് ഒരു റീസൺ പോലും ഫീഡ്ബാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണം അതിവിടെ ചില രാജ്യക്കാർ ഭയങ്കര ഫേവറിസാണ്. പല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇവിടെ വർക്ക് ചെയ്യണം NHSൻ്റെ ഫീൽഡിൽ. അപ്പോൾ ഈ പറയുമ്പോണം ഇതിൻ്റെ ഹെഡ് ആൾക്കാർ, മേട്രൺ, വാർഡ് മാനേജർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, അവരുടെ രാജ്യക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ രാജ്യമൊന്നും പറയണില്ല,
രാജ രാജ്യക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ ഒട്ടും മോശമൊന്നുമല്ല, അത് വേറെ കാര്യം. അപ്പം എന്താ പറയുക, അവരെ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ഓക്കെ വിടാം. അപ്പോൾ അങ്ങനെ കോൺവാളിൻ്റെ ഒക്കെ കിട്ടി നിൽക്കുന്ന സമയം, കോൺവാളിൻ്റെ കിട്ടി നിൽക്കുന്ന സമയം, പിന്നെ 4ാമത്തെ ഇൻ്റർവ്യൂ ഇവിടുത്തെയാണ് ഞാനിപ്പോൾ ചെയ്യണ എന്താ പറയുക വാർഡ് ഹെമറ്റോളജി ഓങ്കോളജി, അത് ഈ എന്താ പറയുക കീമോതെറാപ്പി, ക്യാൻസർ റിലേറ്റഡ് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വാർഡിൽ ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഞാനൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഏരിയ അല്ല അത്. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ഇൻ്റർവ്യൂവിന്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ എനിക്ക് അറിയില്ല, എന്താ പറയുക ഞാനിവിടെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യണത്, ഞാൻ എന്താ പറയണ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വന്നതൊക്കെയെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഞാൻ അന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും അന്ന് തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഇത് റെഡിയാണ്, എന്താ പറയുക ജോലി തരാം റെഡിയാണ്. പക്ഷേ 3 വാർഡുണ്ട് ഈ സെയിം ഏരിയയുടെ തന്നെ, ഹീമറ്റോളജി തന്നെ. അപ്പോൾ അവർ പറഞ്ഞു നീ അറ്റൻഡ് ചെയ്യാൻ വന്ന ഞങ്ങൾ വേക്കൻസി ഇട്ട വാർഡിലല്ല നിനക്ക് ഞങ്ങൾ ജോലി ഓഫർ ചെയ്യണേ, കുറച്ചും കൂടി അക്യൂട്ടായിട്ടുള്ളൊരു വാർഡ്, അതായത് കുറച്ചുകൂടി വയ്യാത്ത പേഷ്യൻസ് ഉള്ളൊരു വാർഡുണ്ട്. നിൻ്റെ ഇൻ്റർവ്യൂ പെർഫോമൻസ് കണ്ടിട്ട്, ഞാൻ എന്നെ തന്നെ പൊക്കാല്ല ഗൈസ്, പക്ഷേ ഇൻ്റർവ്യൂ പെർഫോമൻസ് കണ്ടിട്ട് ആ വാർഡിലൊരു വേക്കൻസി ഉണ്ട്, ഞങ്ങൾ യൂഷ്വലി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് എടുക്കാറുള്ളൂ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയില്ല, കാരണം നിങ്ങൾ ഞാൻ പൊക്കി പറയുന്നതാണ്. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഓഫർ തന്നു, ഓക്കെ ഐ എം ഹാപ്പി. ഇപ്പം ഞാൻ അവിടെയാണ് ജോലി ചെയ്യണേ, എല്ലാം നല്ല അടിപൊളിയായിട്ട് പോണു. കയറിയപ്പോൾ നല്ല പാടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി നമ്മൾ പ്ലേസ്മെൻറ്റിന് പോയിട്ടാണല്ലോ ഇവിടെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് 50% എന്താ പറയുക, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ട് 50% തിയറി 50% പ്രാക്ടിക്കലും. ആ പ്രാക്ടിക്കലിൽ നിന്നാണ് നമ്മുടെ 50%. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എനിക്ക് തുടക്കച്ച് നല്ല പാടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഇവിടെ പഠിച്ചിറങ്ങേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതല്ല, കോൺഫിഡൻസ് മീൻസ് നമുക്ക് എന്താ പറയുക, നമ്മൾ പ്ലേസ്മെൻറ്റിന് പോയാണല്ലോ പഠിക്കണേ, ആ ഒരു ഇതിൽ തന്നെ ഇവിടെയും ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണു. മൊത്തം പഠിച്ചിരുന്നില്ല, ഞാൻ ഓരോ ദിവസം എന്താ പറയുക ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണു. അങ്ങനെ പിന്നെ എന്താ പറയുക, അതൊക്കെയാണ് മെയിനായിട്ട്. കാരണം വേക്കൻസീസ് അധികം ഉണ്ടായിരുന്നില്ല, അത് തന്നെയാണ് മെയിൻ. ഇപ്പോഴും അത് തന്നെയാണ് കാരണം, വേക്കൻസീസ് കുറവാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി നമ്മുടെ തൊട്ട് താഴത്തെ ബാച്ചിന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ട്രസ്റ്റിൽ കുറേ വേക്കൻസീസും ഓഫർ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്ററാണോ കണ്ടീഷണൽ ഓഫർ ലെറ്റർ, ഏതോ ഓഫർ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ പിൻവലിച്ചു. എന്തോ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എന്തോ സംതിങ് എൻഡ് ആയതുകൊണ്ടോ അങ്ങനെ എന്തോ ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ട് കൊടുത്തിട്ടായിരുന്ന കുറേ ഓഫറുകൾ അവർ പിൻവലിച്ചു. കുറേ പേർക്ക് പിന്നെയും ജോലി ഇല്ലാണ്ടായി. അപ്പോൾ അതിൽ കുറേ പേര് ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്, കുറേ പേർക്കൊക്കെ ജോലി കിട്ടി. വേക്കൻസീസ് ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. അതായത് ഇപ്പോൾ ലണ്ടനിൽ തന്നെ കിട്ടിയെന്നിരിക്കില്ല, ചിലപ്പോൾ ലണ്ടനിലെ ഏതെങ്കിലും മൂലയ്ക്ക് അല്ലെങ്കിൽ ലണ്ടനിൻ്റെ പുറത്ത് ഔട്ടർ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പണ്ടത്തെ ആ ഒരു വേക്കൻസീസ് അത്ര ഇല്ല ഇപ്പം, കുറഞ്ഞു. ഇപ്പം കുറേയൊക്കെ കുറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചാൽ ലണ്ടനിൽ എവിടെയെങ്കിലും കിട്ടും. നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ പിള്ളേരൊക്കെ വിട്ടുകൊണ്ടിരുന്നത് ലണ്ടനിൽ തന്നെ മെയിനായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് വിട്ടുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ ഓക്കെ, എന്നെ ചതിച്ച ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ പേരാണ് കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി കേട്ടോ, കിങ്സ്റ്റൺ ഹോസ്പിറ്റൽ. ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം കിങ്സ്റ്റൺ ഹോസ്പിറ്റൽ. ആ ട്രസ്റ്റ് വിശ്വസിക്കരുത് ഗൈസ്, ആ ട്രസ്റ്റ് എന്ന് പറയാൻ പാടില്ല, അവർ ട്രസ്റ്റ് ചെയ്യരുത് നിങ്ങൾ, അത്രയും അവർ തെറ്റ് ചെയ്തു എൻ്റെ അടുത്ത്. അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ജോലി കിട്ടും ഇവിടെ എവിടെയെങ്കിലും കയറാം എന്നുള്ള രീതിയിൽ നിന്നിട്ട്, പക്ഷെ കിട്ടാൻ അന്ന് ഭയങ്കര ബിസി ഒരു അറ്റ്മോസ്ഫിയറാണ് ആ ഹോസ്പിറ്റൽ മൊത്തം. ഭ്രാന്ത് പിടിക്കുക, എൻ്റെ 3 വർഷം ഞാൻ പണി എടുത്തിട്ടുണ്ട് ആ വാർഡുകളിലൊക്കെ. പക്ഷേ ഇപ്പോൾ കിട്ടിയത് അത്യാവശ്യം നല്ലൊരു നഴ്സിംഗ് കെയർ ഉള്ളൊരു ഏരിയയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നതൊക്കെ. അപ്പോൾ താങ്ക്ഫുള്ളി എന്താ പറയുക, ദൈവത്തിന് നന്ദി പറയാം, എന്തായാലും കിട്ടിയല്ലോ, നമുക്കങ്ങനെ തിരിച്ചു പോകേണ്ടിയൊന്നും വന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ജസ്റ്റ് ബി കെയർഫുൾ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കിട്ടിയത്, പിന്നെ എനിക്ക് എന്താ പറയുക, കോഴ്സ് കഴിഞ്ഞൊരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കിട്ടിയായിരുന്നു. പിന്നെ വെറുതെ ഒന്നും കിട്ടില്ല കേട്ടോ ഗൈസ്, നമുക്ക് പൈസ കൊടുക്കണതിന് വേണ്ടിയിട്ട് ചടങ്ങാണ് മൊത്തം. 120 പൗണ്ടാണ് അത്. നമുക്ക് മന്ത്ലി മറ്റേ EMI പോലെ അടയ്ക്കാം, ഫുൾ എമൗണ്ട് അടച്ചെടുക്കാം.
അപ്പം ഇത് വൺ ടൈം പർച്ചേസ് ഒന്നല്ല ഇതെനിക്ക് തോന്നുന്നു എല്ലാ 3 വർഷവും പിന്നീട് നമ്മൾ പേ ചെയ്യണം, അങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ 2027 വരെയും കണ്ടാന്നുള്ളത്. എനിവേ, സോ എനിക്ക് പറയാൻ വന്നതാണ്, ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്തായെന്ന് അപ്ഡേഷൻ ചോദിച്ചത്. അടുത്ത് അന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് പറയാണ്. എന്താ പറയുക, നവംബറിൽ ഞാൻ വിസ മാറി, ഡിസംബറിൽ ഞാൻ നാട്ടിൽ പോയി, 1 മന്ത് നാട്ടിൽ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വന്ന് ജനുവരി ഞാൻ ജോലിക്ക് കയറി. ഇപ്പോൾ കയറിയിട്ട് 5 മാസം. അങ്ങനെ ഓക്കെ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കുറേ എന്താ പറയുക, ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിലും കുറച്ചും കൂടി പോയിൻറ്റ്സൊക്കെ എഴുതി പ്രിപ്പയർഡായി വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ ഇരുന്ന് ഞാൻ പ്രിപ്പറേഷൻ നടക്കാൻ പോലുള്ള വീഡിയോയും ചെയ്യാൻ പോലില്ല. അതുകൊണ്ടാണ് ഇന്ന് അങ്ങ് വിചാരിച്ചത്. പിന്നെ ഞാനിങ്ങനെ അതായത് കുറേ പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. എൻ്റെ അടുത്ത് കമൻറ്റ് വന്നതൊക്കെ ചേച്ചി തിരക്കാന്നറിയാം, എന്നാലും ഞാൻ ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്, ചേച്ചി ഒന്ന് വീഡിയോ ചെയ്യാമോ എന്നുള്ള രീതിയിൽ കുറേ ഇതൊക്കെ വന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് തിരക്കാന്നറിയണ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് എന്നോടൊന്നും വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞ്. പിന്നെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേന് എന്തെങ്കിലും പ്രോഗ്രാം വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടാത്ത നല്ല മര്യാദയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നല്ല പോലെ റെസ്റ്റ് എടുക്കും, വേറെ ഒന്നും സ്ക്രോളിങ്ങോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ ചെയ്യാം. എന്താ പറയുക, വീഡിയോ എന്തായാലും ചെയ്യും, പക്ഷെ എന്താ പറയുക എന്നാന്നുള്ളത് മാത്രമാണ് ഒരു ഉറപ്പില്ലാത്തത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുക ഗൈസ്, ഡു കമൻറ്റ്, ഐ വിൽ ഡു എ വീഡിയോ. ഓക്കെ, ഇന്നത്തെ ലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ ഇച്ചിരി ഇതുണ്ട്, അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.